നമസ്കാരം. ചൂരൽമല ദുരന്തത്തിന് ധനസഹായം നൽകാൻ കേന്ദ്രം തയ്യാറാണെങ്കിലും അതിന് കേരളം സമ്മതിക്കുന്ന മട്ടില്ല. കണക്ക് ചോദിച്ചത് ഇപ്പോൾ സർക്കാരിന് കുറ്റമായി മാറിയിരിക്കുകയാണ്. ബോധിപ്പിച്ചില്ലെങ്കിൽ ധനസഹായം കിട്ടില്ല, ബോധിപ്പിച്ചാൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ. പക്ഷേ കണക്ക് ചോദിക്കാതെ ഇരിക്കുന്നത് എങ്ങനെ? ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉദ്യോഗസ്ഥർ ദൂരത്തിലുള്ള അവസരമാക്കി മാറ്റിയതിന്റെ കഥയൊക്കെ നാട്ടുകാർ അറിഞ്ഞു. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ താമസിച്ചത് പ്രതിദിനം 4000 രൂപ വാടകയുള്ള ഹോട്ടലിലാണെന്നും 48 ദിവസത്തെ താമസത്തിന് 1,92,000 രൂപ ബില്ലുമായി. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഈ തുക അനുവദിക്കാൻ കളക്ടർക്ക് ബിൽ സമർപ്പിച്ചുവെന്നുമുള്ള മുഴുവൻ വാർത്തകളും ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. പ്രതിമാസം ദുരന്തബാധിതർക്ക് വാടക ഇനത്തിൽ അനുവദിക്കുന്നത് 6000 രൂപയാണ്. ഈ സ്ഥിതി ഉള്ളപ്പോഴാണ് പ്രതിദിനം 4000 രൂപ ഉദ്യോഗസ്ഥർ എഴുതിയെടുക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ ദുരന്തത്തിന് ഇരയാകുമ്പോൾ അവർക്ക് അനുവദിക്കേണ്ട പണം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് താമസത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം ദുരന്തങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ആഡംബരം കാണിക്കാനുള്ള നടപടി മനുഷ്യത്വമില്ലായ്മയാണ്. കണക്കുകൾ പുറത്തു വന്നിട്ട് ഒരാഴ്ചയോളമായി. ഇത്രയും കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന പിണറായി സർക്കാരിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നു. ദുരന്തത്തിന് ഇരയാകുന്നതിൽ നിന്ന് പോലും പിടിച്ചു പറിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ പകൽ കൊള്ളയ്ക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. ദുരന്തത്തിനിരയായവർക്ക് വാടക ഇനത്തിൽ നൽകേണ്ട തുകയാണിതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ബില്ല് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പോലും വൈകിയാണ്. ധൂർത്ത് വാക്കേ ഇതിന് അനുയോജ്യമായുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ഒരു മാസം 6000 രൂപയാണ് ഇതിനായി കൊടുക്കുന്ന തുക. ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ താമസത്തിന് വേണ്ടി ഒരു ദിനം 4000 രൂപയാണ് ചെലവഴിക്കുന്നത്. 48 ദിവസമാണ് അദ്ദേഹം താമസിച്ചിരിക്കുന്നത്. അപ്പോൾ 1,92,000 രൂപ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും പേയ്മെന്റ് നടത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. വിവരം അറിഞ്ഞപ്പോൾ തന്നെ കളക്ടറുമായി സംസാരിച്ചു. വ്യക്തമായ മറുപടി ലഭിച്ചില്ല. ബില്ല് പേ ചെയ്തോ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, എന്തുകൊണ്ട് ഇത്ര ബില്ല് വന്നു എന്നതിലൊന്നും മറുപടി ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഈ ഉദ്യോഗസ്ഥൻ താമസിച്ച ഹോട്ടലിൽ നിന്നും 100 മീറ്റർ മാറിയാണ് PWD റെസ്റ്റ് ഹൗസ് ഉള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അവിടെ ആവശ്യത്തിന് മുറികൾ ഉണ്ടെന്നും ആ മുറികൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇവിടെ മുറികളില്ലാത്ത സാഹചര്യമാണെങ്കിലും ഈ ഹോട്ടലിലെ ഏറ്റവും വാടകയുള്ള മുറിയാണ് താമസിക്കാൻ ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ എടുത്തിരിക്കുന്നതെന്നും വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള ഒരു വ്യക്തിക്ക് ഇത്രയും വാടകയുള്ള റൂം എടുക്കാൻ നിയമപരമായ അനുവാദമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കണക്കുകൾ കേന്ദ്രത്തെ ബോധിപ്പിച്ചാൽ ഫണ്ട് കിട്ടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കയ്യിലുള്ള ഫണ്ട് ചിലവഴിക്കാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ വാദങ്ങൾ ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ കടം എഴുത്തള്ളാൻ നിർദ്ദേശിക്കാനാകില്ലെന്ന് റിസർവ് ബാങ്കും അറിയിച്ചിട്ടുണ്ട്. മൊറട്ടോറിയമോ ബാധ്യതകളുടെ പുനഃക്രമീകരണമോ ആണ് നിലവിൽ സാധ്യമായ വഴി. ഇക്കാര്യത്തിൽ അതത് ബാങ്കുകൾക്ക് ആവശ്യമായ തീരുമാനം എടുക്കാമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചിട്ടുണ്ട്.